ഒരുവിധം ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ വെബ് സീരീസുകൾക്കും ഒരു ശാപമുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാന സീസണിലെത്തുമ്പം ഈ സംഗതി കയ്യിൽ നിന്ന് പാളിപ്പോവും. ഫാൻസുകാർ മൊത്തം എടുത്ത് അലക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തു എന്നല്ല, എക്സ്പെക്റ്റേഷന് മുകളിലെത്തി എന്ന് പറയുന്ന പീക്ക് സംഭവമാണ് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 പാർട്ട് 1. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന, എക്സ്പെക്റ്റ് ചെയ്യുന്ന, സംശയിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരെങ്ങനെയായിരിക്കും അപ്സൈഡ് ഡൗണിൽ വെക്നയെ കണ്ടെത്തുന്നത്? അപ്സൈഡ് ഡൗൺ എങ്ങനെയായിരിക്കും ഇവർ എൻഡ് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും വെക്നയെ നേരിടാൻ പോകുന്നത്? ഇങ്ങനെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലേ? പക്ഷേ ഈ ഒരു നറേറ്റീവിനെ ഈ എപ്പിസോഡ്സിൽ ഡഫബലേക്സ് പൊളിച്ചടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെന്ത് അങ്ങോട്ട് ചെയ്യുന്നതാണ്, തിരിച്ചതെന്ത് ഇങ്ങോട്ട് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. എപ്പോഴും നമ്മുടെ ചിന്ത കിടക്കുന്നത് അപ്സൈഡ് ഡൗണിൽ എന്തൊക്കെയോ കിടപ്പുണ്ട്, അവരെന്തോ കണ്ടെത്തുക, അവിടെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ശരിക്കുള്ള പ്രശ്നം കിടക്കുന്നത് ഹോക്കിൻസിലാണ്. സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്ന നോൺ ലീനിയർ കലവറസിൽ രീതി തന്നെയാണ് സീസൺ 5 പക്കാ ത്രില്ലിംഗ് ആയിട്ട്, ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട്, എന്നാൽ ഒന്നും ചോർന്നു പോകാതെ, ഏതെങ്കിലും കഥാപാത്രത്തെ അങ്ങ് ഡള്ളാക്കാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കാതെ ഒന്നുമല്ല, ക്ലിയർ ആയിട്ട് ഉത്തരങ്ങൾ കൊടുത്ത് ഇമോഷണൽ വെയിറ്റ് കൊടുത്ത് പക്കാ ത്രില്ലിംഗ് മൊമെൻറ്റ്സാണ് സീസൺ 5 തരുന്നത്.